ഹലോ, അസ്സലാമു അലൈക്കും. വാവ എൻ്റെ പൊന്നു ശ്വേതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് സൗദിയിൽ നിന്നും നാട്ടിലേക്ക് വന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ 11:30 സൗദിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വിത്ത് ലഗേജുമായിട്ട് നേരെ എയർപോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഗസീം എയർപോർട്ട് എത്തിയിട്ടുണ്ട്. സൗദിയിലെ അൽ ഗസീം എയർപോർട്ടിലെത്തി. അപ്പോൾ ഇവിടുന്ന് നേരെ ബഹ്റിനിലോട്ടാണ് പോകുന്നത്. ആദ്യം അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് തിരുവനന്തപുരം ഫ്ലൈറ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വെയിറ്റിങ്ങിലാണ്. ലഗേജൊക്കെ വെയിറ്റ് നോക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം സെറ്റായി ലഗേജൊക്കെ വിട്ടു. അതിനുശേഷം പൊന്നൂസും ഞാനും വാവയും കൂടി എയർപോർട്ടിൽ ബഹ്റിനിലേക്കുള്ള ഫ്ലൈറ്റിന് വെയിറ്റിങ്ങിലാണ്. 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നേരെ ഫ്ലൈറ്റ് വന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അതിനുശേഷം അതിനകത്ത് സാൻഡ്വിച്ച് തന്നു കഴിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതൊക്കെ വാങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗസീമിൽ നിന്നും ബഹ്റിനിലേക്കുള്ള യാത്ര. 1.25 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ ബഹ്റിനിൽ എത്തിച്ചേർന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും അതിലിരിക്കേണ്ടി വന്നില്ല. ബഹ്റിൻ എത്താറായപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണിത്. താഴെ ഭാഗത്ത് പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. പച്ചപ്പാണോ അതോ കടലാണോ അതോ മരുഭൂമിയാണോ എന്താണെന്നറിയില്ല. എന്തോ ഒരു പച്ച കളറിൽ കണ്ട് ഞാൻ വീഡിയോ പിടിച്ചു. അങ്ങനെ ഇതാണ് ബഹ്റിൻ എയർപോർട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂർ മാത്രമേ വെയിറ്റിംഗ് ഉള്ളൂ. എന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറണം. ഗൾഫ് എയറാണ് ഫ്ലൈറ്റ്. തിരുവനന്തപുരത്തേക്കാണ് പോവേണ്ടത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഏകദേശം അരമണിക്കൂറേ നമ്മൾ ഇരിക്കേണ്ടി വന്നുള്ളൂ. ശേഷം നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറി. പൊന്നൂസ് കയറിയ പാടെ ഉറക്കത്തിലായി. തൊപ്പിയൊക്കെ വെച്ച് സ്റ്റഡിയായിട്ട് ഇരുന്ന് ഉറങ്ങുവാണ്. ഉറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. പക്ഷേ അവിടെ എത്തണമെങ്കിൽ രാത്രി 9:30 ആവും. ഇവിടെ നിന്ന് 5 മണിക്കൂർ ദൂരമുണ്ട്. കുറച്ച് സമയം കിട്ടിയപ്പോൾ വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. മേഘത്തിനിടയിലൂടെയുള്ള യാത്രയൊക്കെ കണ്ട് ആസ്വദിച്ചു. വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ അതിൽ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കിട്ടി. ചോറ്, ചിക്കൻ കറി, സലാഡ്, ബന്ന്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, സ്പൂണ് വിത്ത് വാട്ടർ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം വാവ കുറച്ച് സമയം ഫോണിൽ വീഡിയോയൊക്കെ എടുത്ത് കളിച്ചു. കളിക്ക് ശേഷം നമ്മൾ വീണ്ടും യാത്രയിലാണ്. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാം കിടന്ന് നന്നായിട്ട് ഉറങ്ങി. രാത്രി 9:30 ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തത്. കുറേ സമയം ഉണ്ടായിരുന്നു. ഏകദേശം 5-5.5 മണിക്കൂറോളം ഫ്ലൈറ്റ് യാത്രയുണ്ടായിരുന്നു. രാത്രിയായപ്പോഴാണ് അവിടെ ഇറങ്ങിയത്. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി വരുന്ന ഒരു ചെറിയ വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അൽഹംദുലില്ലാ, നാട്ടിലെത്തി. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഇക്കായി വല്ലാതെ മിസ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക് യു.